വി ആർ ബാക്ക്. നമ്മളിപ്രാവശ്യം ഡെഡ് ബോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. തന്നല്ലേ ഇതിൻ്റെ പേരെന്തിനാണ്? ഇതിൻ്റെ പേര് ഡെഡ് ബോൾ. ഡെഡ് ബോൾ ആയിരിക്കും. ഡെഡ് ബോൾ കണ്ട ഡെഡ് ബോൾ. ഞാനിത് ഇന്നലെ കളിക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. എന്നാലും ഇതിന് കളിക്കാൻ പോകില്ലേ. അപ്പം നമ്മൾ ഈ ഗെയിം കളിച്ച് നമ്മൾ വലിയ ആളാവും ഈ ഗെയിമിൽ. അപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഗെയിം പൊളിക്കുന്നു. അപ്പോൾ അവിടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വിന്ന് അവർ വിന്നായി. വോട്ട് ഫോർ നൗ. നമുക്ക് ഇത് വോട്ട് ചെയ്യാം. അത് തന്നെ വന്നെന്ന് തോന്നുന്നു. അതാണോ ഞാൻ വോട്ട് ചെയ്തത്? പക്ഷെ ഞാൻ വോട്ട് ചെയ്ത ഏതാണോ ആദ്യം വരെ ഞാൻ മറന്നുപോയി. നമ്മളെ മോന്തിരിക്കുന്നു. ഡെഡ് ബാളെന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ ചുമപ്പാകുമ്പോൾ ഈ ബോളെ നമുക്ക് 3 ഹെൽത്ത് താഴെ കാണിക്കണ്ട. ആ ഹെൽത്ത് ബാർ ഒരെണ്ണം ചുമന്ന് കണ്ടോ അതിൻ്റെ? അപ്പോൾ 3 ഹെൽത്തേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ ഈ സാധനം വെച്ച് ഓക്കെ. എൻ്റെ 2 ഹെൽത്ത് പോയി. ഞാൻ കുറേ എയർലിയിലാണ് ഞെക്കിയത്. ഞാൻ ഇതിനകത്ത് അത്ര നല്ലതൊന്നുമില്ല. ഇന്നലെ കളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും നല്ല സോഡ കിട്ടി ഇന്നത്തുള്ളതിൽ. അടിച്ചടിച്ചടിച്ച് ചാടി കളിക്കുന്നു. കണ്ടോ ഇത്ര ഹീറോസൊക്കെ ഉണ്ട് നമുക്കിതിനകത്ത് ഉള്ളത്. നോക്കാം. നമുക്കിതിനകത്ത് യവനുണ്ട്. ഇതിനകത്ത് ഞാൻ യവന് കുറേ പൈസ കൊടുത്ത് മേടിച്ചാണ്. യവനെക്കാട്ടിയും പൈസ ഉണ്ട്. പക്ഷെ യവൻ്റെ ഈ ബോംബ് ജമ്പ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ റെഡ് ബോൾ വരുമ്പോൾ നമ്മൾ ഈ ബോംബ് ജമ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഒന്നും ഡിഫെൻസ് ആയിട്ടൊന്നുമില്ല. പക്ഷേ യവൻ്റെ ഡ്രാഗൺ യവൻ റഷ് ചെയ്തുകൊണ്ട് ആ ബോളിനെ അങ്ങ് കൊണ്ടുപോയി എനിമിയുടെ നെഞ്ചത്തിരിക്കും. ഉണ്ടോ? യവനെയാണ് ഞാൻ മേടിച്ചത്. പിന്നെ യവൻ്റെയൊക്കെ വില ഉണ്ടോ? ഞാൻ ഓണ്ടാവും ഓൾറെഡി. യവന് 20,000 രൂപ. അതുകൊണ്ട് യവന് 50,000. പക്ഷെ അവൻ കൊള്ളത്തില്ല. ബാക്കിയെല്ലാം ഫസ്റ്റാണ്. ഉണ്ടോ? ഇതാണ് ഇതിനകത്തായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടോ അതും ബെസ്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന ഈ 3 എണ്ണം നല്ലതാണ്. അതുകൊണ്ട് ഇതും ഉണ്ടോ? അങ്ങോട്ടൊക്കെ പൈസ ഉണ്ടോ? എൻ്റെ മോനെ ഉണ്ടോ? ഇത് 3 അതും നല്ലതാണ്. ഇതൊക്കെ എനിക്കിപ്പോൾ മേടിക്കാം. യവനെ ഞാൻ മേടിക്കാം. കോജു യവനെന്തുവാ? അല്ലെങ്കിൽ യവനെ മേടിച്ചാലോ? നല്ല അവനായിരിക്കും. മാച്ച് തുടങ്ങി. ഞാൻ കയറാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് കയറിയില്ലല്ലോ. ഇവിടെയൊക്കെ കളിച്ചിടങ്ങും. ഇവിടെ ഒരു ട്രിക്കുണ്ട്. നമ്മളിങ്ങനെ ചാടി ഇതിൻ്റെ വണ്ടേ കയറി നിങ്ങൾ റോബ്ലോക്സ് കളിക്കൂ. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ റോബ്ലോക്സ് കളിക്കുമായിരുന്നു. പിന്നെ ഞാൻ റോബ്ലോക്സ് നിർത്തി എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഫ്രീ ഫയർ കളിക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ ഞാൻ ഫ്രീ ഫയർ കളിച്ച് ഇപ്പം ഞാൻ ഫ്രീ ഫയർ നിർത്തിയിട്ടതാ വീണ്ടും റോബ്ലോക്സിലേക്ക് വന്നു. അപ്പം എൻ്റെ അനിയനും കളിക്കാൻ തുടങ്ങി. 2 പേരേ ഉള്ളോ? ഇത് വേഗം കളിയിരുവല്ലേ പട്ട്. 2 പേരേ ഉള്ളൂ. ഒരു 2 പേര് വെച്ച് എന്തോ ചെയ്യാനാണ്?
അതുകൊണ്ടോ റഷ് ചെയ്തുകൊണ്ട് അങ്ങ് പോയി. എൻ്റെ മോനെ ഹുയ്. വാ 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 ഹുയ്യ. രണ്ടിലും മറിഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ നല്ല പ്ലെയർ അത്യാവശ്യം. ആ പോയി 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 ഓടോടോടോടോടോടോ. എടാ എനിക്കെല്ലാം കൂടെ കൺഫ്യൂഷനായി പോയി. ഞാനില്ല അവിടെ ഒരൊറ്റ സ്ഥലം കാണിച്ചില്ലാണ്, അതിൽ ബോംബ് വീഴും. ആ ബോംബ് അടുത്ത് തറയും എന്നിട്ട് ഇവള് താഴെ അടിച്ചു കളഞ്ഞു. നമ്മുടെ ഇരിക്കുന്ന സോണൊക്കെ അത്യാവശ്യം നല്ല. എന്നാലും എന്തോ 3 പേരൊക്കെ ഉള്ളു കളിക്കാൻ. ഈ 3 പേര് ഞാനായിരിക്കും. അവന്മാരാ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ നമ്മളൊരു തട്ട് വിടും. അവന്മാർ ഒമ്പം കളിയാണെങ്കിൽ 9 കളി ചുമ്മാ അടിച്ച കളിയത്. ഓ ഞാൻ അത് അറിയാതെ നേരത്തെ ഞെങ്ങിയിടാ. അത് എടാ ഞാൻ ചത്രോ. എനിക്ക് 1 HP ഉള്ളൂ. ഒരടിയും കൂടെ കിട്ടിയാൽ ഞാൻ ചത്തു മാറിയിക്കാം. എവിടുന്ന ഓക്കെ അടി വന്ന് എവിടുന്ന അടി വരുന്നതെന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് എന്നെ കൊന്നാണ്. അവർ 2 പേരും വീണ്ടും ആരോ പിന്നെ നമുക്ക് ഏത് മാപ്പ് എടുക്കാം? ഇതെടുക്കാം. ഇത് മതി. ഞെക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ ഞെക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പവർ. വീണ്ടും 3 പേരോ. ഇതൊക്കെ കളി വേഗം തീരും. സാധാരണ വരുന്ന ആൾക്കാർ 25 പേരൊക്കെയാണ്. 7ഉം 8ഉം ഒരിക്കലും 25 പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും അടി വരുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഈ അമ്മൂമ്മ എണീക്കും. ഈ നടുക്കിരിക്കുന്ന 2 കണ്ണ് ഉണ്ടക്കണ്ണൊക്കെ ആയിട്ടിരിക്കുന്നു. എണീച്ചിട്ട് ഒരടി അടിക്കും തറയിൽ. അപ്പോൾ എന്തോ ഭൂകമ്പം പോലത്തെ സംഭവം വരും നമ്മളൊക്കെല്ല. അപ്പം നമ്മൾ ചാടണം. അയ്യോ അമ്മച്ചി അമ്മച്ചിയെ കൊണ്ട് വലിയ ശല്യമായില്ലേ. ഭാഗ്യം. എൻ്റെ മോനെ പോയി 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 എൻ്റെ ഒരു HP പോയി. ഇവന്മാർ എന്നെ നോക്കൂ ഇടുവോടോ. ഞാനേ ഉള്ളാ എടാ. ലവനുണ്ടോ അവിടെ ചുമ്മാ നിൽക്കുന്ന കണ്ടൂടെ. എടാ നമ്മൾ തോക്കാറായെന്ന് അറിയുമ്പോൾ നമ്മളെ തന്നെ ഉന്നിടയവന്മാർ. നമുക്ക് നല്ല കളിയെന്ന് പറഞ്ഞുകൂടെങ്കിൽ ഞാൻ അവനെ കൊന്നോ ഞാൻ. എൻ്റെ അവനെ കൊന്നു ഞാൻ. ഇതിൽ ജയിക്കണം. എൻ്റെ അമ്മച്ചി അമ്മമ്മ അത് 2 കൂടെ ഒരുമിച്ച് വന്നോ. ഇതാണ് ഈ മാപ്പിൻ്റെ പ്രശ്നം. ഈ മാപ്പ് എടുക്കാതിരുന്നാൽ മതിയായിരുന്നു. വോട്ട് ഫോർ മാപ്പ്. മാപ്പ് വന്നു. ഇത് കുഴപ്പമില്ല. സാധനത്തിൻ്റെ മണ്ടയിൽ കയറാതിരുന്നാൽ മതി. ആ സാധനത്തിൻ്റെ മണ്ടയിൽ കയറുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഞാൻ എൻ്റെ മണ്ടയിൽ കയറില്ല. നമ്മളുടെ പ്ലെയർ ഉണ്ടോ ഈ സൈഡിൽ എഴുതിയേക്കുന്നുണ്ടോ ലെവൽ 11. നമ്മുടെ പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മുടെ ഇവനല്ല. ഈ സിഗ്മ ഫേസുള്ള യവനല്ല. അല്ലാതെ ഞാൻ മേടിച്ച എന്തിനാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? അവനെ കണ്ടിട്ടുണ്ട്. ഗോകുവിനെ കടന്നിട്ട്. ഇത് എനിക്കൊരടിയും കിട്ടിയില്ല. ഭാര്യ എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. ഇവിടെ യവൻ എൻ്റെ അടുത്തോട്ട് വരാനുള്ളതാ. എൻ്റെ അടുത്ത് പന്ത് വരുവാണെങ്കിൽ ഞാൻ ഡ്രാഗൺ റഷ് ഉപയോഗിച്ച് ഇവിടെ പോകും. കണ്ടോ പന്ത് വന്ന് മണ്ടയിരിക്കാം. കുഴപ്പമില്ല. ഇങ്ങനെ ആക്കും. എപ്പോഴാണ് ഇങ്ങോട്ട് അടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. മാറിയിരിക്കാം.
ടെക്നോളജി പന്ത് ഫാസ്റ്റായി. ഇനി വേഗം ഞെക്കിക്കോ. അടിച്ചു. ഇതാരും തോക്കില്ലല്ലേ. അടി അടി അടി. ശേ, ഇമോട്ടൊന്നും ഇല്ല കയ്യിൽ, അല്ലെങ്കിൽ ഇമോട്ടിട്ട് കളിക്കുമായിരുന്നു ഇപ്പം. ഭാഗ്യം, കറക്റ്റ് സമയത്ത് ഞെക്കി, അല്ലെങ്കിൽ ഇപ്പൊ ചാവത്തൊന്നുമില്ല. 3 HP ഉണ്ട്. പോയി 1 HP പോയി. ഇവിടെ ഇതെപ്പോഴാ തെറിച്ച് വരുന്നതെന്ന് അറിയാൻ വയ്യ. അടിച്ചു. രണ്ടുപേരേ ഉള്ളു, ഞാനും ആ വാക്കറി ചെറുക്കനും. ഏർലിയിലേക്ക് 2 കൊളൻ. ഇതെന്ന് തോന്നുന്നു വർഷങ്ങളെടുക്കുമല്ലോ അവിടെ പോയിട്ട് ഇങ്ങ് വരാൻ. മൂന്നാറിൽ പോകണ അത്രയും ദൂരം ഉണ്ട് അവിടെ. എൻ്റെ 2 HP അങ്ങ് പോയി. പിടിച്ചോ. ചാടിയൊക്കെ അടിക്കുന്നു. നമ്മളിവിടെ സ്റ്റില്ലായിട്ട് നിന്ന് അടിക്കുക. ഇതെങ്കിലും ജയിക്കണം. രക്ഷപ്പെട്ടു. കൊന്നിരിക്കുന്നു. ബജ്ജി വിൻസ്. പക്ഷേ എനിക്ക് കട്ട് സീനൊന്നും ഇല്ലേ. എൻ്റെ ക്യാരക്ടറിൽ കട്ട് സീൻ ഇല്ലേ? എൻ്റെ ക്യാരക്ടർ ഇത്. ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ വന്നു. ഈ സ്ഥലത്ത് എന്തോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇവിടെ ബോംബ് വല്ലതും ഒന്ന് വീഴുമോ? ഇങ്ങനത്തെ പ്ലെയിൻ അറീനയിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വല്ലതും ഒക്കെ കാണും ഇവിടെ. ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ മതിൽ വല്ലതും പൊങ്ങുമോ? ഇവിടെ ഇഷ്ടംപോലെ പ്ലെയേഴ്സായി തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7. ഞാനും കൂടെ കൂട്ടി 7. 7 പ്ലേയേഴ്സാണ്. നിങ്ങളൊന്നും കൂടെ എണ്ണേ. എൻ്റെ അടുത്താണാടാ യുദ്ധം. നേരത്തെ ഒരു കളി ജയിച്ചിട്ട് വന്നേക്കുവാടാ ഞാൻ. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കുന്നു. രക്തം ചീറുന്ന കളിയാണ് ഇവിടെ. കണ്ട എൻ്റെ രക്തം ചീറി. 1 ഹെൽത്ത് പോയി. ഓടി കൊന്നുറോ കൊല്ലുന്നടാ ആൾക്കാരെയൊക്കെ. എൻ്റെ പുറകെ വരുന്നത് എന്തിനാടാ? പോടാ. ബാളിന് എൻ്റെ പുറകെ വരാൻ തോന്നി. ഡെഡ് ബാൾ. എടാ അത് മിക്കവാറും എൻ്റെ പുറകെ. അത് ടാക്ടിക്ക്. അവ അടിച്ച് കഴിയുമ്പോൾ തന്നെ അടിക്കുന്നുണ്ടോ? എടാ ആ പ്ലെയറിനെ വെച്ച് അടുത്ത പ്രാവശ്യം ഒന്ന് കളിച്ചു നോക്കാം. എൻ്റെ കയ്യിലുണ്ട്. ഉണ്ട്. കണ്ടോ ആ സ്കില്ലൊക്കെ പൊളിയാ. അയ്യോ ഞാനാണല്ലേ. എടാ ഇല്ല, മറ്റേ സാധനം ഉപയോഗിച്ചാൽ തീർന്നു. ഭാഗ്യം അവൻ ഉള്ളപ്പോഴേ അങ്ങ് അവിടെ കണ്ടോ ആ സാധനം പൊളി. അടുത്ത് വരുവാണെങ്കിൽ അവടിച്ചു. ചാടിയൊക്കെ അടിക്കുന്നു. മാറിയിക്ക. എങ്ങോട്ടാ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാൻ വയ്യ. പോയി. എൻ്റെ ഹെൽത്ത് പോയി. 2 HP ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 1 ഉള്ളൂ. തീർന്നു. കൊണ്ടോ
ഞാൻ തന്നെ. അവന് 3 പേരേ ഉള്ളൂ. എന്നെ അത് തോന്നിക്കാൻ നിങ്ങൾക്കാർക്കും പറ്റൂലടാ. അവനെ ഇട്ടു കൊടുക്കും. എടാ അവൻ പറക്കുന്നു. എൻ്റെ അമ്മേ. പോയി ചത്ത്. നമുക്കൊരു ക്യാരറ്റിനെ മേടിക്കാം. മറ്റേ ക്യാരറ്റിനെ വെച്ച് കളിക്കാം, എന്നിട്ട് മേടിക്കാം. അയ്യോ ഇൻഫർമേഷനിൽ യവനല്ലായിരുന്ന യവൻ തന്നെ. യവനാണ് യവന്മാർ ടാക്ടിക്കൊക്കെ ഉപയോഗിക്കുന്നത്. യവൻ്റെ ബാക്കിലാരാ പറഞ്ഞു കണക്ക് ഈ ചുമന്ന ഡ്രസ്സ് ഒരുത്തും കുത്തിയിരിക്കുന്നു. നമ്മൾ അടുത്താണെങ്കിൽ ഇത് വെച്ച് അടിച്ചിട്ട് നമ്മൾ ടാക്ടിക് ഉപയോഗിക്കും. കണ്ടോ ടാക്ടിക്സ്. അയ്യോ അടി കിട്ടി. എടാ അജി എന്തിരുത്. അജി അവനെ അതാണ് അടിക്കാൻ പോലും അറിഞ്ഞൂടെ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അവനും ഒരു അടി കൊടുത്തു. വടി കൊടുത്തടി വാങ്ങിയവൻ. എൻ്റെ മുച്ചി മതിലൊക്കെ പൊങ്ങിയിരുന്നു. ഇപ്പം അവിടെ നിന്നായിരുന്നെങ്കിൽ ആ മതിലിൻ്റെ കൂടെ അങ്ങ് പോകായിരുന്നു. ഈ മതിലിൻ്റെ അവിടെ പൊങ്ങി വരുമ്പോൾ ആ സമയത്ത് അവിടെ നിന്നാൽ നമ്മൾ ആ മതിലിൻ്റെ അകത്തായി പോകും. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മതിലിൻ്റെ മണ്ടയിൽ കയറുമോ എന്തോ അറിഞ്ഞുകൂടെ എനിക്ക്. എൻ്റെ കുഞ്ഞേ ഞാൻ 2-3 വട്ടം ജസ്റ്റ് മിസ്സാണ്. അവിടെ വമ്പൻ ഫൈറ്റ്. എൻ്റെ ഉമ്മയോ അടി കൊണ്ടില്ല. വേറെ ആരെങ്കിലുമൊക്കെ അടിക്കുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് പാച്ച കിട്ടൂല. കൊണ്ടോ പക്ഷെ അവിടെ ഉള്ളവനും കൊണ്ടോ എറിഞ്ഞിട്ട് പോച്ച് എല്ലാമേ പോച്ച്. ഞാൻ അവിടെ വെച്ചൊക്കെ ഉപയോഗിച്ച് ആർക്കൊന്നും പറ്റിയൊന്നുമില്ല. എന്തായാലും കൊണ്ടോ ഷോ പൊട്ട് ചെറുക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് യവനെ അടിച്ചിട്ട് കൊന്നുകളഞ്ഞടോ. മതിലേ പ്രൊട്ടക്ട് ചെയ്യണ മോനെ, പ്രൊട്ടക്ട് ചെയ്യണ മതില്. ആടാ അടി. അവനെ കൊല്ലായിരുന്നു എനിക്ക്. കണ്ട അവന് 1 HP അവനാ കൊടുത്തത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഈ മതിലെല്ലാം കൂടി വരുന്നു. ചത്ത് നമുക്കാരെങ്കിലും മേടിക്കാം. എങ്ങനെ മേടിക്കാം? കോജിൻ്റെ പവർ എന്തിനാണ്? ലീപ് സ്ട്രൈക്കാ. നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ആരും ഇതുവരെ ലെവൽ 20-ഉം 30-ഉം ഒന്നും ആക്കിയിട്ടില്ല. കോജ് കൊള്ളാമെങ്കിൽ കോജിനെ വെച്ച് കളിക്കാം. ഇതൊന്നും കാണാൻ വയ്യടാ. റോയു വിൻസാ ഉണ്ടോ? ചെറുക്കിന് ഇമോട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇമോട്ടില്ല. ഞാൻ പാവ. എനിക്ക് ഇമോട്ടില്ലടാ. ലെവൽ 19. ഞാൻ എത്ര ലെവൽ 27. എന്താ പ്ലെയർ ലെവൽ താഴെ എഴുതിയേക്കുന്നുണ്ടോ? ഒരു പച്ച ലൈൻ ഏറ്റവും താഴെ. അയ്യോ ആർക്ക് ഈ ലീപ് സ്ട്രൈക്ക് എന്തുവാണെന്ന് എനിക്കൊന്ന് നോക്കണം. ഈ ലീപ് സ്ട്രൈക്ക് എന്തുവാണ്? സിന്ധമ്മച്ചി ഇതുവല്ലോ ആണോ ലീപ് സ്ട്രൈക്ക്? ഇതെന്തിനാണ്? ഇതാണ് ലീപ് സ്ട്രൈക്ക്. മനസ്സിലായി. കണ്ട
പച്ച പോലെ വരികയുണ്ട. പച്ച പച്ച എൻ്റെ മുച്ചി ചെയ്താൽ അവിടെ നിന്നാണ് വരുന്നത്. പിടിയടാ. ഇതിൻ്റെ ഇവിടെ വെക്കുക. ഈ ലീപ്സിനൊക്കെ വെച്ചു തട്ടി. ബാ 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 ബാ. എനിക്ക് തന്നെ കൊണ്ടത്. ഓ 3 പേരേ ഉള്ളോ? 3 പേരേ ഉള്ളൂ. ഞാനും കൂടെ കൂട്ടി 3 പേര്. 3 പേരേ ഉള്ളൂ. 3 പേരേ ഉള്ളൂ. പോയി 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 പോയി. ഓ കൊണ്ട് 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 കൊണ്ട്. ഈ ലീവ് സ്ട്രൈക്ക് ഈ ബോളിന് അടുത്ത് വരുമ്പോഴാണ് ഈ ലീവ് സ്ട്രൈക്ക് ഉപയോഗിക്കേണ്ടത്. ആ ബോൾ അടുത്ത് വരുമ്പോൾ ഉപയോഗിക്കേണ്ട. ഞാനും അവനേ ഉള്ളൂ. അവിടെ അവനില്ല ടാക്റ്റിക് ഉണ്ടെങ്കിൽ ചത്ത്. ഇല്ലില്ല. ഓ അവസാനം വന്നത് തീർത്ത്. അതാണ് അച്ചു. ബജ്ജി പോയി ട്രെയിൻ. അടാ ഞാൻ ചൂസ് ചെയ്യുന്നതേ വരും. എടി ഇത്രയും നല്ല സോഡൊക്കെ എങ്ങനെ കിട്ടാനാ? എൻ്റെ ഏറ്റവും നല്ല സോഡ് ഇതാണ്. ബാക്കിയെല്ലാം കണ്ട. ഇവിടെ നിന്നാൽ ട്രെയിൻ ഇടിക്കും. മനസ്സിലായല്ലോ? 2 പ്രാവശ്യം ട്രെയിൻ ഇടിച്ച്. ആ ഓക്കെ. അവിടെ നിന്നാൽ ട്രെയിൻ ഇടിക്കും. HP പോവും. എന്തൊക്കെയായിരുന്നു. ജേജ് മൂക്കിലൊക്കെ പഞ്ഞി വെച്ചിരുന്നു. ഞാനാണോ ഇപ്പം ജേജ്? ഞാൻ ജേജ് ആയി ഗൈസ്. ഉണ്ടാ അയ്യോ വാട് കാണുന്നു. ഉണ്ടാ ജേജിയുടെ മടി ഞാൻ കയറിയിരിക്കും. കശത്തുനിന്ന് ആളൊക്കെ വരുന്നത്. ഓ എൻ്റെ ഉണ്ടായി ഈ 2 ഡാഗർ. ഇത് സെല്ല് ചെയ്യാമോ എനിക്ക്? ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും നല്ല ഇത് ഏതാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഫേസ് ഓഫ്. 2 പേരും കൂടെ ഉള്ളൂ. ഫേസ് ഓഫ്. ഇവിടെ ആള്. അവിടെ ആളൊന്നുമില്ല. ഓ നമുക്കിത് വേണമല്ലേ? വിന്നായ എല്ലാവർക്കും എനിക്ക് കിട്ടിയ ഈ സോഡുണ്ട്. നമ്മൾ ഈ സ്പിൻ ചെയ്ത് കിട്ടിയതാ. നമ്മളുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം സ്ലോ മോഷൻ വിട്ടേ. എൻ്റെ അമ്മച്ചി എന്നെ ഇപ്പം അരിഞ്ഞുകൊണ്ട് പോയേനെ. അവിടെ നിന്ന് എന്തോ സംഭവിക്കും. ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. മുടിക്കൊരു ഹെയർ കട്ട് വരെ തന്നെനിക്ക്. കുറച്ചും കൂടെ ഇങ്ങോട്ട് വെക്കാം. ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ ബോൾ ഒന്ന് അടിച്ച്. ഈ സാധനമൊന്നും ചെയ്തില്ല. ഇവിടെ കണ്ട ഫേക്ക് ബോള്. പോടാ കൊള്ളാം. ഫേക്ക് ബോൾ ഇടുന്ന ക്യാരക്ടറും എനിക്കുണ്ട്. എൻ്റെ അമ്മച്ചി ഓക്കെ പോയി ചത്ത് എത്ത് എത്ത് എത്ത്. കൂടെ എടുത്തിട്ട് ഞാൻ ആരെയും മേടിക്കത്തില്ല 10,000 രൂപയ്ക്കൊന്നും. വേണ്ട ഇപ്പോൾ മേടിച്ച ക്യാരക്ടർ തന്നെ കൊള്ളത്തില്ല. നമുക്കിനി 50,000 രൂപയ്ക്ക് വേറൊരു ക്യാരക്ടർ മേടിക്കാം. ഈ ക്യാരക്ടറിനെ ഞാൻ മേടിക്കുന്നതല്ലാതെ ഒരു നല്ല ക്യാരക്ടറിനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്കിനി ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ ആണ്. എൻ്റെ വെളിയിലോട്ടൊക്കെ പോകാം ചാടി. നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചാടി നമുക്ക് കുറേ സ്പിൻ ചെയ്യാം. സ്പിന്നെന്ന് പറയുമ്പോൾ വേണ്ട ഈ സ്പിന്നാണ്. നമുക്ക് ഇവിടുന്ന്
നമുക്ക് ഇവിടുന്ന് ചാടിയതാണ്ട് ഇത്രയും സ്പിന്നേ ചെയ്യാൻ പറ്റും. എത്ര സ്പിൻ? അയ്യോ ഇതിനെന്ത് പറ്റിയത്? ഇവിടെ എൻ്റെ വ്യൂ മാറ്റാൻ പറ്റുന്നില്ലടാ. ഇവിടെ ഇതെന്തൊരു പറ്റിയാണ്? അതോ എവനെന്തൊരു പറ്റി? എനിക്കെന്തൊരു പറ്റി? ഓക്കെ, എൻ്റെ ഗെയിം ക്രാഷായി. എൻ്റെ ഗെയിം ക്രാഷായ തന്നെയാണോ? അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ ഗെയിം ക്രാഷാവുന്നു. അപ്പോൾ ബൈ ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇപ്പോൾ തീരും. നമ്മൾ 10,000 രൂപയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഫോൺ ഓഫ് ചെയ്യുക.